നഴ്സറിക്കാർ പറഞ്ഞു തന്ന ഫെർട്ടിലൈസറാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ തന്നെയാണ്. തേങ്ങയുടെ വെള്ളത്തിൽ 4 ഇരട്ടി വെള്ളം ചേർത്ത് നമ്മൾ ഓർക്കിഡിൻ്റെ ഇലകളിലും ചുവട്ടിലും നന്നായി ഒഴിച്ചു കൊടുക്കുക. രണ്ടാമത്തെ വളം കഞ്ഞിവെള്ളമാണ്. ഇത് നന്നായി നേർപ്പിച്ച ശേഷം ഇലകളുടെ ചുവട്ടിലും ഇലകളിലും ഒഴിച്ചു കൊടുക്കുക. ഈ ഫെർട്ടിലൈസർ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായി അത് പൂവിടാൻ സഹായിക്കും. ഫെലനോപ്സിസ് ഓർക്കിഡിന് മാത്രമല്ല, എല്ലാ ഓർക്കിഡിനും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അത് നന്നായി പൂവിടാൻ സഹായിക്കും. ഇത് നമ്മുടെ ഡാൻസിങ് ഗേൾ എന്ന ഓർക്കിഡാണ്. ഇത് ഗ്രൗണ്ട് ഓർക്കിഡാണ്. ഇതിൽ നിറയെ പൂക്കളുണ്ട്. നമ്മുടെ വേറൊരു ഡാൻസിങ് ഗേളിൽ നിറയെ പൂവിട്ട് നിൽപ്പുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതിൽ നിറയെ പൂക്കളാണ്. ഇത് ഒരു കമ്പിലാണ് വെച്ച് കെട്ടി വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ മറ്റൊരു ഓർക്കിഡാണ്. ഇതിൻ്റെ സമീപത്തായി ഒരു മീൻകുളവും ഉണ്ട്. അതിൽ ആമ്പലാണ് ഇട്ടിരിക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മീനുകളെയും കാണാൻ കഴിയും. ഈ ചെടിയുടെ പേരറിയത്തില്ല. അറിയാവുന്നവർ ഒന്ന് കമൻ്റ് ഇടുക. ഇതിൽ നിറയെ പൂക്കളുണ്ട്. ഇത് എൻ്റെ വീടിൻ്റെ സമീപത്തുള്ള ഒരു മാമിയുടെ ഗാർഡനാണ്. അവിടെ ഓർക്കിഡാണ് കൂടുതലും ഉള്ളത്, പ്രത്യേകിച്ചും ഫെലനോപ്സിസ് ഓർക്കിഡ്. എങ്കിലും ഇലച്ചെടികളും പൂക്കളുള്ള ചെടികളുമുണ്ട്. ഞാൻ ഇലച്ചെടികളുടെ വീഡിയോസ് എടുത്തില്ല. പൂക്കളുള്ള ചെടികളുടെ ഫോട്ടോസാണ് എടുത്തത്. പ്രത്യേകിച്ച് പൂക്കളുള്ള ചെടികളുടെ ഫോട്ടോസാണ് ഞാൻ പകർത്തിയത്. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ ചെടികളാണ് ഉള്ളതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യുക. നിങ്ങളുടെ ആമ്പൽക്കുളവും ഇതുപോലെയാണോ സെറ്റ് ചെയ്തിരിക്കുന്നതോ എന്നും കൂടി കമൻ്റ് ചെയ്യുക. ഇവിടെ മറ്റൊരു ചെടിയും കൂടി നിൽപ്പുണ്ട്. ഇതിൽ നിറയെ പൂക്കളുണ്ട്. ഈ ചെടിയുടെ പേര് എനിക്ക് അറിയത്തില്ല. അറിയാവുന്നവർ ഉണ്ടെങ്കിൽ ഈ ചെടി ഏതാണെന്ന് ഒന്ന് കമൻ്റ് ചെയ്യുക. ഇതിൽ നിറയെ പൂക്കളാണ്. ബട്ടർഫ്ലൈ അതിൻ്റെ പൂക്കളുടെ ചുറ്റിനും പറന്ന് നടക്കുകയാണ്. ഓർക്കിഡ് പല സ്ഥലത്തായി ഇങ്ങനെ പല രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എൻ്റെ വീടിനടുത്തുള്ള ഒരു മാമിയുടെ ഗാർഡനാണ്. ഇവിടെ ഇലച്ചെടികളും പൂക്കളുള്ള ചെടികളും ധാരാളമുണ്ട്. ഞാനിന്ന് പൂക്കളുള്ള ചെടിയുടെ വീഡിയോ മാത്രമാണ് എടുക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്കും സബും ഷെയറും കൂടി ഒന്ന് ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.